അപ്പോൾ നമ്മുടെ ചെറുക്കനിൽ നിന്ന് വാങ്ങിയിട്ട് 8 ദിവസമായി. 8 ദിവസത്തിൽ ഞാൻ 100 കിലോമീറ്റർ റൺ ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച മുമ്പത്തെ ശനിയാഴ്ച നമ്മൾ വാഹനം ഡെലിവറി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തേക്ക് 8 ദിവസം കഴിഞ്ഞിട്ടും ആകെ 100 കിലോമീറ്റർ റണ്ണാക്കാൻ പറ്റിയിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഷോറൂമിൽ നല്ല ഷോപ്പുകൾ നല്ല തിരക്കായ കാരണമാണ് വാഹനത്തിൽ എവിടെയും റൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രിപ്പൊന്നും പ്ലാൻ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെ ഒരു പുതിയൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓടിക്കാത്ത കാരണം റിവ്യൂ കാര്യങ്ങളൊന്നും പറയാത്തത്. എനിക്ക് ഈ ഒരു വാഹനത്തിനേക്കാൾ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയുണ്ട്. ആരാന്നുള്ളത് ഞാൻ കാണിക്കാം. എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു വാഹനം ഞാൻ എടുക്കാനുണ്ടായ കുറേ കാരണങ്ങളുണ്ട്. ഞാൻ ഒരുപാട് ബ്രാൻഡ് വാഹനങ്ങളെല്ലാം ഞാൻ ചെക്ക് ചെയ്തു. ഈ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് വരുന്ന 5 സീറ്റിലും 7 സീറ്റിലും ഒട്ടനവധി വാഹനങ്ങൾ കഴിഞ്ഞ ഒരു 3 മാസത്തിൽ എല്ലാ ബ്രാൻഡിൻ്റെ വാഹനങ്ങളും പല എക്സിക്യൂട്ടീവ്സ്, പല മാനേജേഴ്സിനെ പല രീതിയിലുള്ള പല ടൈമിൽ ടോക്ക് ചെയ്താണ് ഓരോ വാഹനത്തെ പറ്റി ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് ഈ ഒരു GLS എന്നൊരു വാഹനത്തിലേക്ക് എത്തിയത്. എന്നെ അതിലേക്ക് എത്താൻ സഹായിച്ച ഒരാളും കൂടിയുണ്ട്. ബ്രിഡ്ജ്വേ മോട്ടോഴ്സിൻ്റെ സാരഥി ആയിട്ടുള്ള കിങ് ആയിട്ടുള്ള എൻ്റെ പെരിന്തൽമണ്ണക്കാരനായിട്ടുള്ള ശ്രീജേഷ് ബ്രോ. വെൽക്കം. ഇദ്ദേഹമാണ് ശ്രീജേഷ് ബ്രോ. എൻ്റെ ഈ ഒരു വാഹനത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും രാത്രിയെന്നോ പകലൊന്നും ഇല്ലാതെ ഫുൾ സപ്പോർട്ട് തന്നിട്ടുള്ള ഒരാളാണ് ശ്രീജേഷ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നെ ആയിട്ടുള്ള ഒരു ഡീല്? സാധാരണ ഒരുപാട് കസ്റ്റമേഴ്സിനൊക്കെ കാണും. കാരണം പ്രീമിയം വാഹനങ്ങളാകുമ്പോൾ പല രീതിയിലുള്ള പല ടൈപ്പുള്ള കസ്റ്റമർ ആയിരിക്കും, പല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എനിക്ക് കൊണ്ട് നമ്മൾ തമ്മിൽ 5 മാസത്തോളം പല രീതിയിലുള്ള ചർച്ചകളും. കാരണം എനിക്ക് ശ്രീജേഷിനൊക്കെ 8 or 10 തവണ എന്നെ തേടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓരോ വാഹനത്തിൽ ഓരോ അപ്ഡേഷനും. ഇത് ഡെലിവറി എടുത്തതിന് ശേഷം പുള്ളി വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പുള്ളിയുടെ സർവീസ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്നും കൂടി പറഞ്ഞു കൊടുക്കണം. അതേപോലെ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട് ഇതിനകത്ത്, ബ്രിഡ്ജ്വേന്റെ സാരഥി എന്നുള്ള രീതിയിൽ അല്ലേ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ്? ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയാം. ഓൾമോസ്റ്റ് ഒരു 5 to 6 മാസം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് എത്തിക്കാനുള്ള കാരണം നമ്മുടെ ഫ്രണ്ട് ത്രൂ ആണ്. എന്റെ ഫ്രണ്ട് ഷഹീം എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്, അവൻ ത്രൂ ആണ്. ഞാൻ ലെജൻഡർ സെയിൽ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇങ്ങനെ പുള്ളിയായിട്ട് എൻക്വയറി ചെയ്യുന്നത് ജസ്റ്റ് GL ഏതൊരു GL അന്ന് എൻക്വയറി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എത്തുന്നത്. ഫസ്റ്റ് നിങ്ങളുടെ വീഡിയോസ് കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല സംസാരിക്കല്ലോ. അപ്പൊ നേരിട്ട് ഫസ്റ്റ് കണ്ടപ്പോ ഭയങ്കരമായിട്ട് നിങ്ങളിങ്ങനെ ഒതുങ്ങി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ്. പിന്നെ എന്ത് കാര്യങ്ങളും പറയുമ്പോഴും ഓട്ടോമൊബൈല് വർക്ക് ചെയ്യുന്ന ആളാണ്, ബിസിനസ് നടത്തുന്ന ആളാണ്. സൂക്ഷിച്ച് പറയണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അതിനോട് കാര്യമില്ല. കാരണം ഒക്കെ എന്തും ബ്രൗസ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ മാത്രം കൂടുതലായിട്ട് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ എന്താ വെച്ചാല് ഫോളോ അപ്പ് ചെയ്തു, പ്രോപ്പർ ആയിട്ട് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്തു. അതിന് മറ്റ് ബ്രാൻഡുകളിലോട്ട് പോകും നിങ്ങൾ ഏകദേശം കൺഫേം ആയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ടും കൂടി ഞാൻ ഫോളോ അപ്പ് മിസ്സാക്കിയിട്ടില്ല. അവസാനം വരെ ട്രൈ ചെയ്യുക എന്ന രീതിയിൽ തന്നെ നമുക്കുള്ളൂ സെയിൽസ്. ചെറിയൊരു പ്രതീക്ഷ, പ്രതീക്ഷയിലാണ് വേറെ ഇവരെ പോലത്തെ കുറെ എക്സിക്യൂട്ടീവ് ഇപ്പോൾ BM ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ വേറെ ഏതാ നോക്കിയിരുന്നത് ഡിഫൻഡർ, റേഞ്ചർ, അങ്ങനെ എല്ലാ ബ്രാൻഡും നോക്കി. എല്ലാത്തിലും ഇതേപോലെ ഓരോ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും. പക്ഷെ ഒരു പരിധി എത്തുമ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും, ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു റഷ്നെസ് ഫീൽ, പിന്നെ നമ്മൾ വിളിച്ച കറക്റ്റ് റെസ്പോൺസ് ഇല്ലാതെ ആ ഒരു ലെവലിലേക്ക് പോകും. പക്ഷെ ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഇദ്ദേഹത്തെ ഞാൻ എന്താ പറയാ, എന്തേലും പറയാ, ഒരു പേര് അറിയാലോ, സ്തുതിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഒരു മടുപ്പ് എന്ന് പറഞ്ഞ സാധനം ഇയാൾക്കില്ല. ചിലപ്പോൾ രാത്രി 3 മണിക്കൊക്കെ ഉണ്ടാവും മെസ്സേജ്, അനിസ്ക അത് ഇങ്ങനെ കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എന്തിനാ ഇയാൾ ഈ 3 മണിക്കൊക്കെ മെസ്സേജ് അയച്ചേക്കുന്നത്? കാരണം പുള്ളി അപ്പോഴും നമ്മൾ ഈ സെയിലും ക്ലോസും, കാരണം ഇയാളെ പിന്നെ ഒരു ലൈഫ് ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയിരിക്കണം ഇയാളെ ജോബ് എന്നുള്ളത്. പലരും സാധാരണ ഇതിൽ രാവിലെ ഒരു 10 മണിക്ക് വരിക, വൈകുന്നേരം 6 മണിക്ക് അവസാനിപ്പിച്ചു. അതിനപ്പുറത്തേക്ക് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിട്ട് നമ്മുടെ എവിടെയുണ്ട് അവിടെയൊക്കെ നമ്മുടെ ജോബ് ചെയ്യുന്നു എന്നുള്ള ഏത് നട്ടപ്പാരെ കുറിച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നത് ഏറ്റവും വലിയത്. അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പോരായ്മ വെച്ചാൽ ഫോൺ എടുക്കാൻ ഞങ്ങൾ എക്സിക്യൂട്ടീവിന് മടിയാ. രാത്രി ഒന്നും ഫോൺ വിളിച്ചെടുക്കില്ല. ഞങ്ങൾ പലരും എപ്പോഴുള്ള കമന്റാ. ഞാൻ അത് സോർട്ട് ചെയ്യാൻ വേണ്ടി പല ടെക്നിക്കുകളും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് എങ്ങനെ സോർട്ട് ഇടുക. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം ഏത് പാതിരാത്രി വിളിച്ചു കഴിഞ്ഞാലും ഇദ്ദേഹം ഫോൺ എടുക്കുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാനുള്ളത് വെച്ചാൽ ബ്രിഡ്ജ്വേണ് ഇദ്ദേഹത്തിന്റെ ഷോറൂം ഡീലർ. ആ ബെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബെൻസ് വാഹനം, പ്രീമിയം വാഹനങ്ങൾ, ഒരുപാട് വാഹനങ്ങൾ ബെൻസ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വാഹനത്തിന് എൻക്വയറി എന്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇതൊരു പിന്നെ പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിന്റെ വഴി എനിക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തന്നുകൊണ്ട് അഡീഷണൽ ചെയ്തോണ്ട് ഒന്നുമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി ആണ്. കാരണം എനിക്ക് എൻ്റെ ഡീൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അതിമനോഹരമായിട്ട് ഇദ്ദേഹം ചെയ്തു തന്നു. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ നിങ്ങളുടെ കൂടി അറിയിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ പ്രീമിയം വാഹനങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ബ്രിഡ്ജ്വേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതിൽ സാരഥിയായിട്ട് ശ്രീജേഷ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഓൾറെഡി ബെൻസ് ആണ് ഇതിന്റെ കമ്പനിയാണ് ഇതിന്റെ പ്രൈസ് തീരുമാനിക്കും. ഡീലർ അല്ല തീരുമാനിക്കുന്നത്, കമ്പനിയാണ്. കമ്പനി എന്ത് ഓഫർ കൊടുക്കും അതേ ഇവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതന്നെ എനിക്കും കിട്ടിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു സാധനം എനിക്കും തന്നില്ല. ഞാൻ ഡീലറാണ്, ഓട്ടോമൊബൈൽ ഫീൽഡിലാണെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും എനിക്കും കിട്ടില്ല, നിങ്ങൾക്കും കിട്ടില്ല. ഈവൻ സിഒന്റെ ഫ്രണ്ട് എടുക്കുകയാണെങ്കിൽ പോലും കിട്ടൂല. അത് അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. അങ്ങനെ അതെ ബെൻസ് ഫോളോ ചെയ്യുന്ന, അതാണ് അതിന്റെ സ്റ്റാൻഡേർഡ്.
അപ്പോൾ ബാക്കിയുള്ള സർവീസ് ഓറിയന്റഡ് എല്ലാ കാര്യങ്ങൾക്കും പുള്ളി ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, സപ്പോർട്ടാണ്. ഈവൻ ആഫ്റ്റർ സർവീസും എല്ലാം പക്കയായിട്ടാണ് പോകുന്നത്. ശരിക്കും എൻ്റെ സ്റ്റാഫിന് നിങ്ങളുടെ ഒരു ക്ലാസ് ആവശ്യമുണ്ട്. കാരണം എങ്ങനെയാണ് ഇത് പിന്നെ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് കസ്റ്റമറിലേക്ക് എത്തിക്കേണ്ടത്. കാരണം എനിക്കറിയാം എൻ്റെ അടുത്ത് ഒരുപാട് പോരായ്മകളുണ്ട്. ഈവൻ നമ്മുടെ ഇപ്പം ഞാൻ ഈ വീഡിയോ കണ്ട് ഞാൻ ഈ പെർഫോം ചെയ്യുന്ന പോലെ ചിലപ്പോൾ എൻ്റെ സ്റ്റാഫ് പെരുമാറിക്കൊള്ളുന്നുണ്ടാവില്ല. കാരണം അവർക്ക് ഇപ്പോൾ പല കസ്റ്റമർ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, നമ്മുടെ സ്റ്റാഫ് അങ്ങനെ മിസ്ബിഹേവ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചു എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ അവരെ ഷൗട്ട് ചെയ്യുന്നു. ഇവർ പറയുമ്പോഴാണ് നമ്മളത് അറിയാം. അപ്പോൾ നമുക്കുള്ള കമ്മിറ്റ്മെന്റ് ഒന്നും ഒരിക്കലും ചിലപ്പോൾ സ്റ്റാഫിന് ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിഫറൻറ്റാ. പോയിരുന്നോ ട്രൂച്ചേസിലേക്ക് പോയിരുന്നോ? ഇങ്ങനെ പോലുള്ള ആളുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എനിവേ ഇദ്ദേഹം നല്ല രീതിയിൽ നിൽക്കുന്ന പൊസിഷനിലൊക്കെ അപ്പോൾ നമ്മളൊരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. അപ്പോൾ ബെൻസുമായിട്ട് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും എന്ത് സംശയങ്ങളോ എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളിയുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. പുള്ളിയെ കോൺടാക്ട് ചെയ്യാം. എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കുക എൻ്റെ ഫോളോവേഴ്സിന്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ വാഹനത്തിനെ പറ്റിയുള്ള റിവ്യൂ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ചില പറയാനുള്ള ഞാൻ ഈ വാഹനം ഡ്രൈവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു ദിവസം ഞാനൊരു ഡ്രൈവൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലുള്ള റിവ്യൂ കാര്യങ്ങൾ എങ്ങനെയുണ്ട് പേഴ്സണൽ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ധാരണ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് അറിയാത്ത ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. എനിവേ താങ്ക് യു.